ഹലോ ഗായ്സ്, ലസ്ക വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള നേപ്പിയേഴ്സ് മ്യൂസിയം ആൻഡ് സൂ ആണ്. സോ നമ്മളിന്ന് ഒരു മൃഗശാലയിലേക്കുള്ള വിസിറ്റിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ എൻട്രൻസിൽ ടിക്കറ്റ് എടുത്തു. ഏകദേശം 30 രൂപ മാത്രമാണ് ഒരു അഡൾട്ടിനുള്ള ചാർജ്. സോ ടിക്കറ്റൊക്കെ എടുത്ത് സെക്യൂരിറ്റിയുടെ കൊടുത്ത് നമ്മളങ്ങനെ സൂവിൻ്റെ അകത്ത് കയറി കഴിഞ്ഞു. ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരുന്നു ഗൈസ്. കാരണം നമ്മൾ സ്കൂളിൽ പിക്നിക്കിനും എക്സ്കർഷൻസിനും ഒക്കെ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്ന സൂവിലേക്കാണ് നമ്മൾ തിരിച്ചു വന്നത്. സോ എല്ലാവരും ഹാപ്പി ആയിരുന്നു. നമ്മുടെ ചിന്നിക്കുട്ടിക്ക് ആദ്യമായിട്ടാണ് നമ്മൾ സൂവിലേക്ക് ഒരു വിസിറ്റ് പ്ലാൻ ചെയ്തത് തന്നെ. സോ കയറിയപ്പോൾ തന്നെ നമ്മൾ ആദ്യം കണ്ടത് ഒരുപാട് ആനിമൽസ് ആയിരുന്നു. ബൈസൺ, വെറൈറ്റി ഓഫ് മങ്കീസ്, അങ്ങനെ കുറച്ച്. സോ ഗൈസ്, നമ്മുടെ ഈ സൂ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നടന്നാണ് കാണേണ്ടത്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ ഇലക്ട്രിക് 8 സീറ്റർ അല്ലെങ്കിൽ 12 സീറ്റർ കാർസും അവൈലബിൾ ആണ്. അത് എൻട്രൻസിൽ തന്നെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 4 to 5 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മങ്കിയാണ് നമ്മൾ എൻട്രൻസിൽ തന്നെ കയറിയപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ പോയ സെക്ഷൻ ആയിരുന്നു ബേർഡ്സിൻ്റേത്. പലതരം വെറൈറ്റി ഓഫ് പാരറ്റ്സ്, ലവ് ബേർഡ്സ്, മക്കാവ്സ്, പിന്നെ ഔൾസ്, വൾച്ചേഴ്സ്, പിന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് ഹെൻസ്, പീഫൗൾസ്, ഓസ്ട്രിച്ച്, ഇമു, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ബേർഡ്സ് ആണ് നമ്മുടെ ട്രിവാൻഡ്രം സൂവിലുള്ളത്. ബേർഡ്സിനെയൊക്കെ കാണാൻ ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ്. ഭയങ്കര കളർഫുൾ ആൻഡ് വൈബ്രൻ്റ് ആയിരുന്നു ഓരോ ബേർഡ്സും. ഓരോ ബേർഡ്സിൻ്റെ സൗണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആവും ഉറപ്പായിട്ടും ഇതൊക്കെ കണ്ടിട്ട്. നമ്മൾ കാണുന്നത് സ്പെഷ്യൽ വെറൈറ്റി ഓഫ് ഈഗിൾ ആണ്. സീ ഈഗിൾ എന്ന് പറയും. ഇതൊക്കെ ഓസ്ട്രേലിയയിൽ സാധാരണ കണ്ടുവരുന്ന ഒരു സ്പീഷീസാണ്, സീ ഈഗിൾ എന്നൊക്കെ. സോ അതും അവിടെ ഉണ്ടായിരുന്നു. അതുകൂടാതെ നമ്മൾ കണ്ടത് ഒരു വലിയ ഒരു ക്രോക്കഡൈലിനെ കണ്ടു. ഒന്നല്ല കേട്ടോ, 1-2 ഉണ്ട്. പക്ഷേ നമ്മുടെ സൈറ്റിൽ നമുക്ക് കാണാൻ കിട്ടിയത് അതായിരുന്നു. അത് കഴിഞ്ഞ് വേറെ ഒരു സ്പെഷ്യൽ സെറ്റപ്പ് പോലെ നമുക്കൊരു ഗ്ലാസ് കേജിൻ്റെ അകത്തുനിന്ന് ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ നമുക്ക് ആ ബേർഡ്സിനെ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചു. പലതരം സ്വാൻസ്, ഫ്ലെമിംഗോസ്, കൊക്ക്, അങ്ങനെ പല സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആയിരുന്നു. അത് നല്ലൊരു സൈറ്റ് തന്നെയായിരുന്നു ഗൈസ് അത് കാണാൻ വേണ്ടിയിട്ട്. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെയും നമ്മൾ നടന്ന് ക്ഷീണിക്കുമ്പോഴൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ സൂവിൽ അവിടെയായിട്ട് റെസ്റ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ദർ ആർ റെസ്റ്റ് റൂംസ് ആസ് വെൽ. സോ വെനെവർ നമുക്ക് ഒരു ബ്രേക്ക് എടുക്കണം എന്ന് തോന്നുമ്പോഴും നമ്മൾ നടന്ന് തളരുമ്പോഴും ഒക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിശ്രമിച്ച് പയ്യെ പോകാവുന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കണ്ടത് ഹിപ്പോപ്പൊട്ടാമസ് ആൻഡ് റൈനോസറസ് ആയിരുന്നു. ഒരു 4-5 എണ്ണം ഉണ്ടായിരുന്നു ഗൈസ്. അതിന് ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു അവിടുത്തെ കെയർ ടേക്കേഴ്സ്. ഇത് കഴിഞ്ഞ് നമ്മൾ നടന്നെത്തിയത് ഡിയർ അഥവാ മാനിൻ്റെ സെക്ഷനായിരുന്നു.
ട്രിവാൻഡ്രം സൂവിൽ ഓൾമോസ്റ്റ് 5 to 6 വെറൈറ്റി ഓഫ് മാനുകളാണ് ഉള്ളത്. സോ മാൻ്റെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് ബൈസണിനെ കാണാൻ പറ്റി ഗൈസ്. ഇവിടെ 1ഉം 2ഉം അല്ല 4 ബൈസണായിരുന്നു. ഇറ്റ് വാസ് വെരി ഹ്യൂജ്. ആൻഡ് ഈ സൂവിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ട എല്ലാ വിഷ്വൽസിലും കാണാം ഓരോ ആനിമൽസിൻ്റെയും സയൻറ്റിഫിക് നെയിം, അതിൻ്റെ ഒറിജിൻ, അതിൻ്റെ ലൈഫ് സ്പാൻ, അതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ നെയിം ബോർഡ് അല്ലെങ്കിൽ അതിൻ്റെ കേജിൻ്റെ ഫ്രണ്ടിലുള്ള ബോർഡിൽ അവൈലബിൾ ആണ് ഗൈസ്. സോ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കാണാൻ പോയത് കാർണിവോസിൻ്റെ സെക്ഷനായിരുന്നു. ലെപ്പേർഡ്, ഹൈന, ടൈഗർ, ലയൺ, അങ്ങനെ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിനെയാണ് നമ്മളിവിടെ സ്പോട്ട് ചെയ്തത് ഗൈസ്. ഒരുപാട് ആനിമൽസ് ഇവിടെ ഉറക്കമായിരുന്നു, അതുകൊണ്ട് കുറച്ച് വിഷ്വൽസേ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബട്ട് യാ, ഹിയർ ദേ ആർ. ഇത് നമ്മുടെ ബംഗാളിലെ ഫേമസ് ആയിട്ടുള്ള വൈറ്റ് ടൈഗർ ആണ്. ഇതും ഉറക്കമായിരുന്നു ഗൈസ്. സോ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ട് കണ്ടതായിരുന്നു അവിടുത്തെ ടൈഗർ. അവിടെ 1 അല്ല 2 ടൈഗേഴ്സ് ഉണ്ടായിരുന്നു. ഒരെണ്ണം മാത്രമേ അപ്പാരൻ്റ്ലി കേജിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുമായിരുന്നു. ഐ തിങ്ക് അതിന് വിശന്നിട്ട് ഫുഡിന് വേണ്ടി അത് ചോദിച്ച് അവിടെ കിടന്ന് വിളിക്കുകയായിരുന്നു ഗൈസ്. ബട്ട് ഇറ്റ് വാസ് റിയലി എ സൈറ്റ് ടു സീ. ആൻഡ് അഗൈൻ നമ്മൾ കുറച്ചുകൂടി ബേർഡ്സിനെ കണ്ടു. അതല്ലാണ്ട് കുറച്ച് മക്കാവ്സ് ആൻഡ് അതർ ടൈപ്സ് ഓഫ് പാരറ്റ്സ് ഓൾസോ ഇവിടെ ഉണ്ടായിരുന്നു, ലവ് ബേർഡ്സ് എക്സെട്ര. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് പോക്യുപൈൻ അഥവാ മുള്ളം പന്നിയായിരുന്നു ഗൈസ്. ഒരുപാട് എണ്ണങ്ങൾ ഉണ്ടായിരുന്നു. സീരിയസ്ലി ഇറ്റ് വാസ് ഓൾ സ്ലീപ്പിംഗ്. സോ ഇത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് പീകോക്ക് ആൻഡ് ഓസ്ട്രിച്ച് ആയിരുന്നു ഗൈസ്. സോ ഓസ്ട്രിച്ചിനെ കണ്ടിട്ട് നമ്മൾ നേരെ പോയത് റെപ്റ്റൈൽസിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. ദെർ വർ എ ലോട്ട് ഓഫ് വെറൈറ്റി ഓഫ് സ്നേക്സ്, ടോർട്ടോയ്സസ് എക്സെട്ര. ഞാൻ കൂടുതൽ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം എനിക്ക് നല്ല പേടിയായിരുന്നു ഗൈസ്.
ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നേപ്പിയേഴ്സ് മ്യൂസിയം ആണ് ഇതാ കാണുന്നത് ഗൈസ്. നമ്മൾ അതിലേക്ക് വിസിറ്റ് ചെയ്തില്ല. ഈ സൂ ഓൾമോസ്റ്റ് 2 to 3 hours തന്നെ സോളിഡ് എടുക്കും. നമ്മൾ ഏകദേശം പോയതൊരു 3 PM ആയിരുന്നു. ബട്ട് രാവിലെ പോകുന്നതായിരിക്കും കുറച്ചുകൂടി സജസ്റ്റീവ്, സോ ദാറ്റ് ഓൾ ദി ആനിമൽസ് വിൽ ബി അവേക്ക്. ആൻഡ് അത് കഴിഞ്ഞ് നല്ല വിശപ്പുണ്ടായിരുന്നുണ്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ ബേക്കറി ജംഗ്ഷനിലുള്ള ബർഗർ ലൗഞ്ചിലാണ്. അങ്ങനെ നമ്മൾ നല്ല ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, ജ്യൂസ് എല്ലാം വാങ്ങിക്കുടിച്ച് നമ്മുടെ ഡേ അങ്ങനെ എൻഡ് ചെയ്തു ഗൈസ്. സോ ഇനി ലസ്ക വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.